റിസർച്ച് സ്കോളർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, രാംനഗര. ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഒരുപാട് സ്വപ്നങ്ങളുമായി പുറപ്പെട്ട മകൾ, ആ മകളുടെ ശവശരീരം ഏറ്റുവാങ്ങാനെത്തിയ പിതാവ്. മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവിനെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചതായിരുന്നു സഭ ആ നിമിഷം വരെ. പക്ഷേ ആ നിമിഷം മുതൽ അവൾ പോലും അറിയാതെ അവൾ നടന്നെടുത്തുകൊണ്ടിരുന്നത് അവളുടെ മരണത്തിലേക്കായിരുന്നു. കാരണം വിദ്യ എന്ന കുട്ടി സൂയിസൈഡ് ചെയ്യുന്ന അന്ന്, അതായത് ജൂലൈ 8-ാം തീയതി രാത്രി, അവൾ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, ഒരുപക്ഷെ നിമിഷങ്ങൾക്ക് മുമ്പ്, അവളെ അവസാനമായി കണ്ട ഒരാൾ, ദാറ്റ് വാസ് സഭ. ഇരിക്കാൻ നല്ലൊരു ബെഞ്ച് പോലും ഇല്ലാത്തൊരു സ്കൂളിൽ നിന്നും, പബ്ലിക് ടാപ്പ് പോലും ഉപയോഗിക്കാൻ വിലക്കുള്ളൊരു ഗ്രാമത്തിൽ നിന്നും അവൾ കഷ്ടപ്പെട്ട് പഠിച്ചിതുവരെ എത്തിയത് തിരിച്ചു പോകാൻ തന്നെയായിരുന്നു, യുവർ ഓണർ. പക്ഷെ അതൊരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. യുവർ ഓണർ, ആഫ്റ്റർ ഓൾ ഇത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരുപാട് കാണും. കോളേജിൽ കെട്ടി തൂങ്ങിച്ചത്തെ ഏതോ ഒരു കുട്ടിയുടെ കാര്യം 52 students. 52 students committed suicide in the very same campus in the last 10 years, Your Honor. 52 ഒറ്റപ്പെട്ട സംഭവങ്ങൾ, മിസ്റ്റർ അയ്യർ. ഓരോ വർഷവും അതിർത്തിയിൽ കൊല്ലപ്പെടുന്ന ജവാന്മാരെക്കാൾ കൂടുതൽ ജീവനുകൾ നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇല്ലാതെ ആക്കുന്നു. ആര്? മക്കളെയും കൊച്ചുമക്കളെയും കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പറഞ്ഞയച്ചിട്ട് മേക്ക് ഇൻ ഇന്ത്യ കൊട്ടിഘോഷിക്കുന്നവർക്ക് അത് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ വിദ്യ എന്ന പെൺകുട്ടിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരണമെന്ന് ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് സഭയ്ക്കായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ്, ഇറ്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഒരു വിദ്യാർത്ഥിയെ, അവളുടെ സ്വപ്നങ്ങളെ, അവളുടെ വ്യക്തിത്വത്തെ, എന്തിനവളെ തന്നെ ഇഞ്ച് ബൈ ഇഞ്ച് ഇല്ലാതാക്കുക. You push them to a point where they have no other option. They said she quit. No, she did not quit. She was forced to quit.